യാത്ര തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ബസ് യാത്രയുണ്ട്. നമ്മുടെ ബസ് യാത്ര പുറപ്പെടുന്നു, കോഴിക്കോട്ടൊരു ബസ് പുറപ്പെടുന്നില്ല. അവിടെ ബസ് തടയുന്നു. KSRTCയിൽ ഹർത്താലാണ്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ബസ് തടയുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. തത്സമയം നമ്മൾ മറ്റു വാർത്തകൾ കൂടി എടുത്തു പോകും. നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടെ AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്കാണോ പോകുന്നത്? കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു, പോലീസ് അവിടെ സംയമനം പാലിച്ചു നിൽക്കുകയാണോ? യാത്രക്കാരുടെ പ്രതിഷേധമുണ്ടോ? എന്താണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ കാഴ്ചകൾ? AK അഭിലാഷ്. ലൈവ് ഇപ്പോൾ വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞിടുന്നതാണ് കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷനിൽ, അതായത് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ് ഇപ്പോൾ മുഴുവൻ വാഹനങ്ങളും തടയുന്ന നിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യാത്രക്കാരില്ലാത്ത ബസ്സുകളടക്കം ഇപ്പോൾ അരുൺ, വ്യാപകമായി തന്നെ വാഹനങ്ങൾ ഇപ്പോൾ തടഞ്ഞിടുകയാണ്. കാരണം ആളുകളെ കയറ്റാതെ പോകുന്ന ബസ്സുകളടക്കം ഇപ്പോൾ തടഞ്ഞിടുന്നു. വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ മാവൂർ റോഡ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത്. ഏതാണ്ട് കൂടുതൽ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകളും അതോടൊപ്പം തന്നെ KSRTC ബസ്സുകളും ഇപ്പോൾ തടയുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഈ ബസ് സ്റ്റാൻഡിൽ രണ്ട് ഭാഗത്തുകൂടി വഴിയുണ്ട്. നേരത്തെ ഒരു ഭാഗത്തായിരുന്നു വാഹനങ്ങൾ തടഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് മറ്റു ഭാഗത്തുകൂടി, അതായത് രണ്ടാമത്തെ വഴിയിൽ കൂടി ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കൂടി എത്തിയാണ് ഇപ്പോൾ പ്രവർത്തകർ വാഹനം തടയുന്നത്. കാരണം നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഇത് മാറ്റിയിടണം, അതോടൊപ്പം തന്നെ സർവീസ് അവസാനിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏതായാലും ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അവർ പറഞ്ഞത് നേരത്തെ കേൾക്കാതെ തന്നെ റോഡിന്റെ മറുഭാഗത്തു കൂടി ആ വാഹനങ്ങൾ ബസ് പുറത്തേക്ക് എത്തുകയും സർവീസ് നീക്കുവാനുള്ള ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭാഗത്തു കൂടി എത്തി പ്രവർത്തകർ തടയുകയും വാഹനത്തിന് ഡോറടക്കം അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സംഘർഷത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. പോലീസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് അവരെ പ്രവർത്തകരെ തടയുകയാണ്. കാറും അതോടൊപ്പം മറ്റു സൗകര്യ വർദ്ധനടക്കം തടഞ്ഞിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് പ്രവർത്തകർ യാതൊരു തരത്തിലും ഈ ബസിന്റെ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ, അതായത് കാറടക്കമുള്ള വാഹനങ്ങൾ മാറ്റാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രവർത്തകർ തന്നെ, അതായത് പ്രാദേശിക നേതാക്കൾ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അരുൺ. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാവുന്നു. യാത്രക്കാർ നിറയുണ്ട്. കുറ്റ്യാടി പോകാനുള്ള KSRTC ബസ് അടക്കം നിറയെ യാത്രക്കാരുമായി യാത്ര പുറപ്പെടാനിരിക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഹർത്താലിന്റെ ഭാഗമായി ബസ് തടഞ്ഞത്. അതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മണിക്കൂറുകളോളം അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ബാങ്കിന് മുന്നിലുള്ള സമരം എന്ന വലിയ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ CPM-ഉം വിമത വിഭാഗവുമാണ് വിജയിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതിഷേധം. അഭിലാഷ്, പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കിയോ? ബസ് ഇപ്പോൾ യാത്ര പുറപ്പെടുമല്ലേ? എനിക്കൊന്ന് പോലീസുകാരൊക്കെ ഓടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ബസ് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കും. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത്. പോലീസ് ഏതായാലും ഇപ്പോൾ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയ പ്രവർത്തകരെ അവിടെ നിന്ന് അനുനയിപ്പിച്ച് പിന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. അവർ പ്രതിഷേധ സൂചകമായി ഇപ്പോൾ പ്രകടനവുമായി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോവുകയാണ്. പോലീസിനെതിരെ അടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് അവർ വിളിക്കുന്നത്. കാരണം ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ നിഷ്ക്രിയമായ പോലീസ് ഇക്കാര്യ ഘട്ടത്തിൽ ഇപ്പോൾ
സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്. ഏതായാലും വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഒരു വാഹനം, അതായത് സ്വകാര്യ ബസ്സുകൾ യാതൊരു തരത്തിലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അവർ പോകുന്നു. അതോടൊപ്പം തന്നെ KSRTC ബസ്സുകളടക്കം അവർ തടഞ്ഞിട്ടിരിക്കുന്ന സ്ഥിതിവിശേഷവും കൂടിയുണ്ട്. ഏതായാലും സിറ്റി ബസ് സർവീസ് നടത്തുന്ന ആളുകൾ കയറിയ ബസ്സുകൾ നേരത്തെ കടത്തിവിടാൻ അവർ ഒരുക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ബസ്സുകളടക്കം എല്ലാ ബസ്സുകളും വാഹനങ്ങളും തടഞ്ഞിടുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. കോഴിക്കോട് മാവൂർ റോഡിൽ അവർ മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ റോഡ് ഉപരോധിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. അരുൺ, ഇപ്പോൾ പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി അവിടെ വലിയ കാര്യമായ പ്രതിഷേധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യാത്ര പുറപ്പെടാറായോ ബസ്സുകൾ ഇനി തടയാൻ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ട് വരുമോ അഭിലാഷ്? ബസ് സർവീസ് നടത്താൻ ഏതായാലും ഈ പ്രവർത്തകർ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ബസ്സുകൾ, അതായത് ആളുകൾ വന്നിരുന്ന ബസ്സുകൾ നേരത്തെ ആദ്യഘട്ടത്തിൽ വിടാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും വാഹന ഗതാഗതം അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് അവർ പറയുന്നത്. ഇതിൽ പ്രധാനമായും 10 മണിയോട് കൂടി മാത്രമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബസ്സുകളൊക്കെ ഓടിയത് കൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ നഗരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് തിരികെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഞങ്ങൾ ഹർത്താലാണ്, അത് വിജയിപ്പിക്കാനുള്ള പരിപാടികളെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഗതാഗതം തടസ്സപ്പെടുത്തുന്ന പ്രൈവറ്റ് ബസ്സുകളും KSRTC അടക്കമുള്ള സാധനങ്ങൾ ഓടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോൾ ബസ്സിൽ നിരവധി ആളുകളുണ്ട്, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ യാത്രക്കാരുള്ള ബസ്സുകൾ തന്നെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടു. അത് ഞങ്ങളുടെ മാനുഷിക പരിഗണന. പക്ഷേ ഈ പോലീസ് ഇന്നലെ കാണിച്ച ആ തോന്നിവാസം ഉണ്ടല്ലോ, ആ തോന്നിവാസത്തിനെതിരെയാണ് നോക്കുന്നത്. DYFIക്കാരും CPMകാരും പോലീസുകാരും കൂടി ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ? അല്ല, ഇന്ന് രാവിലെ ബസ്സുകളൊന്നും തടയാതിരിക്കുകയും ബസ് സർവീസ് നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾ രാവിലെ മുതലേ ഞങ്ങൾ ഇന്നലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഹർത്താലാണെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് CPMന്റെ ചില ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്ത് പോലീസിനോട് സംരക്ഷണം കൊടുക്കണം, KSRTC ഓടണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ CITUവിന്റെ ആളുകൾക്ക് വിളിച്ചു പറഞ്ഞു ബസ്സുകൾ ഓടിക്കണമെന്ന്. മനഃപൂർവ്വ സംഘർഷം ഉണ്ടാക്കുക, ഞങ്ങൾ ഇവിടെ തടയാൻ വരണം എന്നൊരു സംഘർഷം ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ CPM എടുത്ത നിലപാടിന്റെ ഭാഗമാണ് ഈ ബസ്സുകൾ ഓടുന്നത്. ഇന്നലെ ചേവായൂർ ബാങ്കിലേക്ക് ഒരു കൈക്കുഞ്ഞുമായി വന്ന ഒരു സ്ത്രീയെ ആ കുഞ്ഞിനെ നിലത്തിടുമെന്ന് DYFIക്കാരൻ പറഞ്ഞു. ഈ കാക്കിയിട്ട പോലീസ് അവിടെ നോക്കിക്കാം. ഈ പിണറായി വിജയന്റെ പോലീസ് പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവർ പറയുന്ന പോലീസിനെതിരെ തന്നെയാണ് അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. കാരണം ഇന്നലെ അവർ നിഷ്ക്രിയമായി എന്നുള്ളതാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ഏതായാലും ബസ് സർവീസ് ഇന്ന് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് തന്നെ പോകുന്നു. അവർ റോഡ് പൂർണ്ണമായും ഉപരോധിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോവുകയും ചെയ്തത്. അരുൺ.